നമ്മളിപ്പോൾ കീൽ പോർട്ടിൽ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടുത്തെ ക്രൂസ് ടെർമിനലാണിത്, കീൽ പോർട്ടിൻ്റെ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഷിപ്പ്, ഐഡ ബെല്ല. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ക്രൂസ് എക്സ്പീരിയൻസ് ആണിത്. 5 മണിക്കാണ് നമുക്ക് ഡിപ്പാച്ചർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ പേരും ക്യാബിൻ നമ്പറും എഴുതി ID കാർഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിയേക്കാണ്. എന്തൊക്കെയാണ് റൂമിൽ നിന്ന് കാണിച്ചു തരാം. ബാ, അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ തന്നിട്ടുണ്ട് വിത്ത് ഡ്രയറൊക്കെ ഉണ്ട് കേട്ടോ. എമർജൻസി ഫോൺ ചെയ്യാനായിട്ട് ഫോൺ തന്നിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ വാഷ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും അവർ വച്ചിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. പിന്നെ കയറി വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ക്ലോസറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാം. അതിൻ്റെ ഉള്ളിലും അവർ ബാത്ത് സ്യൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാമല്ലേ അത്യാവശ്യം. പിന്നെ കയറി വരുമ്പോൾ ഇവിടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ട്. പിന്നെ നമുക്കിതാ നമ്മുടെ ബെഡ്, അത്യാവശ്യം സ്ഥലമുണ്ട് 2 പേർക്ക് നിൽക്കാൻ. പിന്നെ ഇവിടെ ഒരു TV തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മിറർ തന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സും പിന്നെ 2 ചെറിയ ബെഡ് സൈഡിലുള്ള 2 സ്റ്റാൻഡുകൾ തന്നിട്ടുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടമായി. കൊള്ളാമല്ലേ. ഇനി നമുക്ക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി നോക്കാവുന്നതാണ്. 12th ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തെ ഫുൾ വ്യൂ നമുക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. വാ, നമ്മുടെ ഡെക്കിൻ്റെ ഫ്ലോർ തന്നെയാണിത്. 5th ഫ്ലോറാണ്. അവിടെ നിന്ന് ഇതാ പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് രസമാണെന്ന് നോക്ക്. സീല് ബാൾട്ടിക് സീ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജേണി ഫുള്ള് ബാൾട്ടിക് സീ ത്രൂ ആണ്. അപ്പോൾ നമുക്ക് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സേഫ്റ്റി ബ്രീഫിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാബിനിൽ തന്നെ ഇതാ ഇങ്ങനെ ഡിജിറ്റലി നമുക്ക് TV ത്രൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജായിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് നമ്മുടെ ഷെൽഫിൽ അവർ വെച്ചിട്ടുണ്ട്. അത് വെയർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അസംബ്ലി പോയിന്റിൽ പോകുമ്പോൾ അവർ നമ്മുടെ കാർഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആയി എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് അത് റെക്കോർഡ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ സേഫ്റ്റി ജാക്കറ്റ് വെയർ ചെയ്തു. ഇനി നമ്മൾ അവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അസംബ്ലി പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ ലൈറ്റൊക്കെ ഉണ്ട്. ഇത് വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റ് വരുമ്പോൾ ഇതിൽ ലൈറ്റ് കത്തും കണ്ടോ. പിന്നെ വിസിലുണ്ട് അതിൽ. പിന്നെ സൈഡിൽ ഇതുപോലെ റിഫ്ലക്ടറുള്ള ടേപ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ സേഫ്റ്റി ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിലത്തെ 12th ഡെക്കിൽ വന്നിരിക്കുകയാണ് ഷിപ്പ് ലീവ് ചെയ്യുന്ന ഒരു വ്യൂ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ പോലെ തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ട് എക്സൈറ്റഡ് ആയിട്ട് ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ഓൺ ടൈം തന്നെ നമ്മുടെ ഷിപ്പ് പോർട്ടിൽ നിന്ന് ലീവ് ചെയ്തു. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ 12th ഡെക്കിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂളും ജക്കൂസി എല്ലാം വരുന്നത്. നമ്മുടെ 4 nights ആണ് നമ്മൾ ഈ ക്രൂസിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ആ ദിവസം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ ബെഡിലേക്ക് പോവുക ചെയ്തത്. പിറ്റേ ദിവസമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. എങ്ങനെയാ വരേണ്ടത് അറിയില്ല. തണുപ്പാണ് ആക്ച്വലി, പക്ഷെ എന്നാലും മാനേജബിൾ ആയിട്ടില്ല. ഭയങ്കര ഒരു തണുപ്പില്ല. ബാഡ് വെതർ അല്ല, നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. പ്ലസന്റ് വെതറാണ്. പിന്നെ ഈ പിന്നിൽ കാണുന്ന ഷിപ്പിന്റെ വേക്കാണ്, കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മള് എൻഡ് പോർഷനിലാണ് നിൽക്കണത്. ഇപ്പോൾ നമ്മള് രാവിലെ തന്നെ തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് എണീറ്റ് ഒന്ന് വന്നതാണ്. ഇതാ വ്യൂ ഇങ്ങനെ കാണാലോ. സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. ഇനിയിപ്പോ നമ്മള് നോർവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. അടിച്ചോ, ഗോളിലടിച്ചോ. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും 4 days എങ്ങനെയാണ് നമ്മളിതിൽ സ്പെൻഡ് ചെയ്യാന്നൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെറുതെയാണ് കേട്ടോ. കാരണം ഇവിടെ മൊത്തം ആക്ടിവിറ്റീസും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഫുൾ ലൈവ്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ 2nd day ഹാലോവിൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തീം ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടീസും സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തിയേറ്ററിലും ഒരുപാട് പ്രോഗ്രാംസ് എപ്പോഴും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നോർവേയിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിങ് ഒക്കെ കുറച്ച് ചെറുതായിട്ട് പാളിയുണ്ട്. കാരണം ഞങ്ങൾ മഴ പെയ്യും തീരെ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ നല്ല വെയിലൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ ഇന്നും അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. എക്സാക്ട്ലി. കാലത്ത് പുറത്തൊന്ന് ഇറങ്ങി നോക്കിയപ്പോ ഞങ്ങള് നല്ല വെതറാണല്ലോ, കുഴപ്പമില്ലല്ലോ, നമുക്ക് അത്ര കൂടുതൽ ഡ്രസ്സപ്പ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള ഒരു തോട്ടിലാണ് നമ്മൾ പോയത്. പക്ഷെ നമുക്ക് കൊടയുണ്ട്. ഓസ്ലോയിലെ വൺ ഓഫ് ദി ഐക്കോണിക് ബിൽഡിങ്സിൽ ഒന്നായിട്ടുള്ള ഒപ്പേറ ഹൗസിനോട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷിപ്പ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓസ്ലോ സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കോഫിയൊക്കെ ഗ്രാബ് ചെയ്ത് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പൈസയൊന്നും അധികം കാര്യമായിട്ട് ക്യാരി ചെയ്യണില്ല. നമ്മളെല്ലാം കാർഡ് ത്രൂ ആണ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ഇവിടെ വേറെ കറൻസി ആണെങ്കിൽ പോലും നമ്മുടെ വൈസോ റെവോൾട്ട് അക്കൗണ്ടോ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ദി ഹാസൽ ഓഫ് ട്രാൻസ്ഫറിങ് ഓർ എക്സ്ചേഞ്ചിങ് മണി. ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഇറങ്ങുന്ന എല്ലാ പോർട്സിലും ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളുടെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നടക്കാനോ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻറ്റ് വേ ആണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് എല്ലാത്തിനും എക്സ്ട്രാ പേയ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഐഡയുടെ തന്നെ ഗൈഡഡ് ടൂർസും അവൈലബിൾ ആണ്. അതെല്ലാം എക്സ്ട്രാ കോസ്റ്റ് ഇൻവോൾവ് ആണ്. നമ്മൾ എല്ലാം കുറച്ചും കൂടി സമയമെടുത്ത് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്ന് തന്നെ പോകാനാണ്. ഇനി അല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡേ ടിക്കറ്റ്സ് എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെയും ട്രാവൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്ഥലങ്ങളുടെയൊക്കെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും ഡിസ്റ്റൻസിലായിരിക്കില്ല സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാം വോക്കബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള വളരെ അടുത്ത സ്പോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവുക. ആൻഡ് ഇൻ്റർനാഷണൽ അഡാപ്റ്റർ ഇസ് എ മസ്റ്റ് വെൻ എവർ യു ഗോ ഔട്ട്. ഞങ്ങളത് എടുക്കാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡാപ്റ്റർ തപ്പി നടന്ന ഒരു കടയിൽ കണ്ടതാണ് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇത് ഫുൾ സ്റ്റോൺ വെച്ച് ചെയ്തേക്കുന്ന ഫോൺ കേസും ചാർജർ കേബിളൊക്കെ അവിടെ കണ്ടു. ഇതൊക്കെ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓസ്ലോയുടെ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഓസ്ലോയുടെ മെയിൻ ആൻഡ് മേജർ ആയിട്ടുള്ള പല പല ബിൽഡിങ്സും. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് വശത്തും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഓസ്ലോ. നമ്മൾ ഈ കാണുന്നതാണ് നോവേറിയൻ പാർലമെൻറ്റ്. ഇവിടെ ആംഡ് ഗാർഡ്സൊക്കെ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓസ്ലോ സിറ്റി ഹാളാണ്. എല്ലാ സ്ഥലങ്ങളിലും റാത്ത് അല്ലെങ്കിൽ സിറ്റി ഹാൾസ് ഉണ്ടാവും, മുനിസിപ്പാലിറ്റി പോലെ അവിടെ ഗവേൺ ചെയ്യുന്നത്. പക്ഷേ ഓസ്ലോയിന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സിറ്റി ഹാളിൽ വെച്ചിട്ടാണ് നൊബേൽ പീസ് പ്രൈസിൻ്റെ അനൗൺസ്മെൻറ്റും അതുപോലെ ഹാൻഡ് ഓവറും എല്ലാം നടക്കുന്നത്. ആളുകൾ മാരേജ് സെറമണീസും ഇവിടെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ വന്നപ്പോഴും ഒരു മാരേജ് ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സിറ്റി ഹാളിനോട് വളരെ അടുത്തായിട്ടാണ് നോബൽ പീസ് സെൻറ്റർ. ഇവിടെ പെർമനൻറ്റ് എക്സിബിഷൻസ് ഉണ്ട് റിലേറ്റഡ് ടു നോബൽ പ്രൈസ് വിന്നേഴ്സ്, അവരുടെ വർക്ക്സ്, അവരുടെ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നടപ്പിൻ്റെ ഭാഗമായിട്ട് നല്ല വിശപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു കോസ്റ്റൽ ഏരിയയിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ക്യുസീൻസിലും ഫിഷാണ് നമ്മൾ കൂടുതലായിട്ട് മെനുവിൽ കാണാൻ കഴിഞ്ഞത്. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലമാണ് നോർവേ കേട്ടോ. ബീറ്റ് മൗണ്ടെയ്ൻസ്, ബീച്ചസ് ഓർ ഗ്ലേഷ്യേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ. സീസൺ അനുസരിച്ച് വന്നാൽ നമുക്ക് എല്ലാം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഏകദേശം 40 മുകളിൽ ഐലൻഡ്സും ഉണ്ട് ഇവിടെ. എല്ലാ ഐലൻഡ്സിലേക്കും ഫെറി ത്രൂ കണക്ഷൻസും അവൈലബിൾ ആണ്. അവിടെ ബീച്ചസും അതുപോലെ ക്യാമ്പിങ്ങും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ഓസ്ലോ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുമ്പോഴാണ് നല്ല തിരക്കുള്ള ഒരു ഷോപ്പ് കണ്ടത്. അവിടെ കയറി നോക്കിയപ്പോൾ ഡെസേർട്ട്സാണ് കൂടുതൽ. നമ്മളൊരു ചോക്ലേറ്റ് കേക്കും സിനമൺ ബണ്ണൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഷിപ്പ് ലീവ് ചെയ്യാനുള്ള ഏകദേശം സമയമായപ്പോഴേക്കും നമ്മൾ നമ്മുടെ തിരിച്ച് റൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള ഒപ്പേറ ഹൗസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കയറിയത്. അതിൻ്റെ മുകളിൽ നിന്നാൽ
മൊത്തം ഓസ്ലോയുടെ ഒരു ചെറിയ വ്യൂ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. മോഡേൺ ആർക്കിടെക്ചറിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് ഒപ്പേറ ഹൗസ്. മാർബിളും ഗ്രാനൈറ്റും വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് അരമണിക്കൂറിന് ടൈമുള്ളൂ ആ കാണുന്ന ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഓസ്ലോ കറക്കത്തിന് ശേഷം നമ്മളത് ബാക്ക് ടു ഷിപ്പ് കയറാൻ പോവുകയാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് രാത്രി പരിപാടികളും എല്ലാം നമുക്ക് ഷിപ്പിലാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓസ്ലോയുടെ ബ്യൂട്ടിഫുൾ ഷോറിലെ ഒരു ഡേ കഴിഞ്ഞിട്ട് നമ്മളിതാ ബാക്ക് ടു പിന്നെ സീയിലെത്തിക്കാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ റെസ്റ്റ് ചെയ്യാണ്. നാളെ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് ഡെൻമാർക്കിലേക്കാണ്. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കോപ്പൻഹേഗനിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. മാക്സിമം എല്ലാം തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ആളുകളുടെ ഒരു പ്രൈവസിയും എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസും ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആക്ച്വലി പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം സ്പ്രെഡ്സ് ഉള്ള ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ബുഫേ റെസ്റ്റോറൻറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ അലാക്കാട്ടയായിട്ടും നമുക്ക് കഴിക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ലൈഫിലെ ഫസ്റ്റ് കസീനോ എക്സ്പീരിയൻസും ക്രൂസിൽ വന്നിട്ട് ചെയ്യാനായിട്ട് പറ്റി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം കളിച്ച് നമ്മുടെ കുറച്ച് പൈസയൊക്കെ പോയതുകൊണ്ട് തന്നെ നമ്മൾ ഇതാർക്കും റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതെ, രസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഏകദേശം നമ്മൾ കോപ്പൻഹേഗൻ പോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇന്ന് കോപ്പൻഹേഗൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുത്തെ ഫസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനായ മെർമെയ്ഡ് സ്റ്റാച്ചു ഒക്കെ കണ്ട് നമ്മൾ പതുക്കെ ടൗണിലേക്ക് നടക്കുന്ന വഴിക്കാണ് ഈ ഒരു ചർച്ച് കാണാൻ പറ്റിയത്. ഇവിടെ വന്നാൽ മിസ് ചെയ്യാതെ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അമാലിയൻബോർഗ് പാലസ്. ഡാനിഷ് റോയൽ ഫാമിലി ഇപ്പോഴും റിസൈഡ് ചെയ്യുന്ന ഈ സ്ഥലത്ത് ആംഡ് ഗാർഡ്സൊക്കെ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ 4 ഐഡൻറ്റിക്കൽ പാലസസ് ആണ് ഈ കോർട്ട്യാർഡിലുള്ളത്. കോർട്ട്യാർഡിൽ നിന്നുള്ള നേരെ വ്യൂ ആയിട്ട് നമുക്ക് മാർബിൾ ചർച്ച് കാണാൻ സാധിക്കും. ഒക്ടാഗണൽ ഷേപ്പിൽ അറേഞ്ച്ഡ് ആണ് ഈ പാലസസ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ നടുക്കായിട്ട് കിങ് ഫ്രെഡറിക് 5ൻ്റെ ഒരു സ്റ്റാച്ചുവും നമുക്ക് കാണാൻ സാധിക്കും. മാർബിൾ ചർച്ച് എന്ന് വിളിപ്പേരുണ്ടെങ്കിലും ഒറിജിനലി ഇത് മാർബിൾ വെച്ചല്ല മുഴുവൻ പണി ചെയ്തിരിക്കുന്നത്. അവരുടെ പ്ലാൻ അതായിരുന്നെങ്കിൽ പോലും കോസ്റ്റും എല്ലാം കൺസിഡർ ചെയ്ത് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് ബാക്കി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള റൗണ്ട് ടവർ കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ഇത് പണിതത്. ആസ്ട്രോണമി ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് ഇത് പണി കഴിപ്പിച്ചത്. നമ്മുടെ അടുത്ത് മാത്രമല്ല, ദാ ഇവിടെ യൂറോപ്പിലും ഉണ്ട് ലുബുബു ഫാൻസ്. അങ്ങനെ നടപ്പിൻ്റെ ഭാഗമായിട്ട് വിശപ്പ് വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ പതുക്കെ കടകളൊക്കെ തപ്പി തുടങ്ങി കേട്ടോ. ഇവിടെ എല്ലാ ഷോപ്സിലും കാർഡ്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടത്തെയും കറൻസി എടുക്കേണ്ട ആവശ്യം വന്നില്ല. നമുക്കെല്ലാം തന്നെ വൈസ് വെച്ചിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. തണുപ്പത്ത് നല്ല ഹോട്ട് ചുറോസ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ചെറിയ സ്നാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഷിപ്പിൻ്റെ റൂട്ടിലേക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സ്ഥലം കൂടി നമുക്ക് കാണാനൊരു ഭാഗ്യം കിട്ടി. യൂറോപ്പിലെ തന്നെ 1 ആൻഡ് ഓൺലി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് മ്യൂസിയമാണ് നമുക്ക് കോപ്പൻഹേഗനിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഗൈസ് ഞാനിവിടെ കയ്യിൻ്റെ താഴത്ത് വരെയൊക്കെയാണ് എത്തുന്നുള്ളൂ. അവിടെയാണ് ആളുകളെത്തല്ല. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് നമ്മുടെ ഷിപ്പിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇനി ഡിന്നറും ബാക്കി കാര്യങ്ങളും. ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.